ദൈവം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നേരത്ത് പറയും, നിൻ്റെ നിർമ്മലൻ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുക. പ്രൊട്ടക്ഷനാണ് സംഭവം. എന്നുവെച്ചാൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുമെന്നായി പറയണത്. ഈ വിഷയത്തിൽ കർത്താവ് ഇത് ഏറ്റെടുക്കും എന്ന് പറയണം. ഇതൊരു അഭിഷേക വചനമാണ്. അഭിഷേക വചനം പറയും, ഇതിപ്പോൾ എല്ലാവർക്കും വേണ്ടതാണിത്. അത് നമുക്ക് ഈ വചനത്തിലൂടെ വരുന്നൊരു വിഷയം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ബൈബിളിൽ വായിച്ചിട്ട് ആ നിൻ്റെ എന്നുള്ള വാക്ക് വരച്ച് ചുവപ്പ് മഷിയിൽ വരച്ചിട്ട് നിൻ്റെ നിർമ്മലൻ, എൻ്റെ എന്നുള്ള എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നല്ല. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ നിർമ്മലൻ അവിടെ വിഷയം. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്കാണ് നിങ്ങളെ ഉടമ്പടി ചേർത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ത് പരിപാടിയുമായിട്ടാണ്? നിങ്ങളുടെ വീട് ജോലി, വിവാഹം, വിസ പ്രോസസ്സിങ്ങുമായിട്ടാണ്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അതൊരു വല്ലാത്ത തോൽവിയാണ് ഈ വിഷയം. നിങ്ങൾ ഉടമ്പടി 3 പുതുക്കിയാലും 30 പുതുക്കിയാലും നിങ്ങളുടെ വിഷയമായിട്ട് നിങ്ങൾ ലിങ്കാകുന്നിടത്തോളം കാലം ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. നിങ്ങളും ദൈവവും തമ്മിലാണ്, അല്ല നിങ്ങളുടെ വസ്തുക്കളും തമ്മിലല്ല, നിങ്ങളുടെ വിഷയങ്ങളും തമ്മിലല്ല നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗതികേട് കൊണ്ടും വിവരമില്ലായ്മ കൊണ്ടും നിങ്ങൾ ദൈവാനുഗ്രഹത്തെ അളക്കണത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാറ്റ് ഈസ് നോൺസെൻസ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഉടമ്പടി എന്ന് പറയുന്ന സാധ്യത, ദൈവം തുറന്നിട്ടിരിക്കുന്ന സാധ്യതയിലൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിർമ്മലനാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. എൻ്റെ ദൈവം എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കക്ഷിയാണെന്ന് പറയും. അത് അവസാനം വരെ പറയും. ദൈവം ഒരിക്കൽ പറഞ്ഞാൽ ഇടയ്ക്ക് പറയാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ദൈവത്തിൻ്റെ ഒരു പരാജയവും അതാണ്. ദൈവം ഒരിക്കൽ നിങ്ങളെ ഒരു റെക്കോർഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ചാട്ടക്കാരൊക്കെ ചാടുമ്പോഴും അവരൊരു റെക്കോർഡ് ഇടും. ഇപ്പം 53 ഇഞ്ചെന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് 58 ഇഞ്ചാണ് നിങ്ങൾ ചാടിയെങ്കിൽ പിന്നെ നിങ്ങൾ വയസ്സാകുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത്രയും ചാടാൻ പറ്റത്തില്ല. അതായത് മനുഷ്യൻ ഒരിക്കലിട്ട റെക്കോർഡ് അവന് എല്ലാ കാലത്തും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവന് പ്രായമാകുന്നതനുസരിച്ചിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം കൗണ്ട് ചെയ്യണത് എന്തായിരിക്കും? നീ ഇട്ട റെക്കോർഡായിരിക്കും കൗണ്ട് ചെയ്യണത്. അത് ഭയങ്കര സീരിയസ്. അത് ദൈവത്തിൻ്റെ ഒരു തോൽവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാലത്ത് നീ ഏറ്റവും നിലവാരമുള്ള ഒരു ദൈവസ്നേഹം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവവേദന പിന്നീട് നീ ഇത്തിരി കുറഞ്ഞു പോയാലും ദൈവം പരിഭവപ്പെടും എന്ന് പറയാം. നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇന്ന് ടേക്ക് ദ ബെഡ് അപ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 എൻ്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എൻ്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. വെളിപാട് 2:4. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. കാര്യം എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന സ്നേഹത്തെ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ദൈവം. അപ്പം നമ്മുടെ മുമ്പിലുള്ളൊരു വിഷയം എന്താണെന്നറിയോ? നിങ്ങളൊരു നല്ല കണ്ണും കാണാപ്പഴ ചെയ്യും കേൾക്കാം ജീവിക്കുകയും ചെയ്യാം ഉള്ള കാലത്ത്, നല്ല കാലത്ത് നല്ല റെക്കോർഡ് ഇടാൻ നോക്കണം. അതാണ് നമ്മുടെ ഉടമ്പടി. നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് അതാണ്. സാർ, ഉടമ്പടി നല്ല ആരോഗ്യവും അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ വർക്ക് ചെയ്യണ കാലത്ത്
ഒരു റെക്കോർഡ് ഇടണം ദൈവത്തിരുസന്നിധിയിൽ. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡ്. ദൈവസ്നേഹത്തിൻ്റെ റെക്കോർഡെന്ന് പറയുമ്പോൾ അതിന് ഈ റോമർ 8:35 വെച്ചാണ്. എന്തൊക്കെയാണ് റോമർ 8:35? എന്തൊക്കെയാണ്? അവിടെയെല്ലാം ദൈവസ്നേഹത്തിന് നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ് അനുഭവത്തെക്കാൾ മുകളിൽ നിർത്തുമ്പോഴാണ് റെക്കോർഡ് വീഴണത്. ആ വായിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. അപ്പോൾ പട്ടിണി ഉണ്ടാകും, ക്ലേശം ഉണ്ടാകും. ഈ സമയത്ത് എന്തിനുള്ളതാണ്? ഇതെല്ലാം റെക്കോർഡ് ഇടാനുള്ളതാണ്. എപ്പോഴും ഓർത്ത് വെക്കണം. അതിലയ്യോ ഇതെൻ്റെ വിധിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധി അനുഭവിച്ച് തീർക്കാനുള്ളതല്ല. ഇതൊക്കെ ദൈവത്തിരുസന്നിധി ഇത് എപ്പോഴും ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല. അത് റെക്കോർഡ് ദൈവത്തിരുസന്നിധി സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇടാൻ വേണ്ടിയുള്ള സമയമാണ്. ഒന്ന് വായിച്ച് എന്തൊക്കെയാണ് വായിച്ചത്? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇതെല്ലാം നെഗറ്റീവാണ്. ആപത്ത്, വാള്, അല്ലേ, രോഗം, പട്ടിണി, ക്ലേശം, ഇതെല്ലാം നെഗറ്റീവാണ്. അപ്പം നീ ഇപ്പം നിൻ്റെ ഭർത്താവ് അല്ലെ ഭാര്യ ഇട്ടച്ചും പോയി നിന്നെ നീ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഒരു വാശിപ്പുറം പോയതാ, പിന്നെ വാശി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിലെ ഇതാണ് റെക്കോർഡിങ് ടൈം. റെക്കോർഡ് ടൈം ഇതാണ്. എന്ന് വെച്ചാൽ നീ ഇപ്പം എന്താ, അവൾ വന്നില്ലല്ലോ, ചേൻ വിളിച്ചില്ലല്ലോ, വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ പിന്നെ ആണ് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ പിന്നെയും പട്ടിയെപ്പോലെ അവിടെ ജീവിക്കേണ്ടി വരികയില്ലേ? അത് കഷ്ടമല്ലേ? അമ്മായിയമ്മ എൻ്റെ വായിട്ട് കുത്തത്തില്ലേ? ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് മോങ്ങി നിലവിളിച്ച് നടക്കും. എന്നിട്ട് അവർ വിളിക്കട്ടെ, ചേൻ വരണം, വന്ന് വരട്ടെ. എല്ലാ പെൺപിള്ളേരും പറയണത് ചേൻ വന്ന് വരട്ടെ, ഇച്ചേൻ വന്ന് വരട്ടെന്നാണ്. അപ്പോഴും കർത്താവ് വരണമെന്ന് പറയത്തില്ല. കർത്താവ് വന്നാൽ എന്ത്? ചേനല്ലേ കർത്താവായിരിക്കണത്. ഈ അറിയാത്ത വിഗ്രഹങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ പ്രാർത്ഥന വന്നിരിക്കുന്ന കള്ളപ്രാർത്ഥനയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഏതോ വിഷയം കർത്താവായിട്ട് മാറും. അത് എപ്പോഴും ഓർത്ത്. ഇപ്പം നിങ്ങളിപ്പോൾ 6 മാസം നിങ്ങളെ പിരിഞ്ഞ് നിൽക്കണ ജീവിത പങ്കാളി എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ മകൻ വിളിക്കണില്ലെന്ന് വിചാരിച്ചോ. മകൻ വിളിക്കണില്ല, എൻ്റെ അച്ഛൻ അവൻ വിളിക്കണില്ല, അച്ഛൻ അവൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്ത് ഇപ്പോൾ വെച്ചാൽ മാതാവായാലും കർത്താവായാലും ഇപ്പം ഇവരെ കാണുമ്പോൾ ഓടിക്കളഞ്ഞ് മിക്കവാറും. എന്താ കാര്യം വെച്ചാൽ ഇവർക്ക് മാതാവ് മകളാണ്. അതാണ് വിഷയം. ഇവരെ കാണുമ്പോൾ ഇവർ കൃപാസനത്തിൽ ഫോട്ടോയും കൊണ്ട് കയറുമ്പോൾ തന്നെ കൃപാസനത്തിലുള്ള മാതാവ് അപ്പം തന്നെ തുണിയെടുത്ത് മുഖത്തിടും. എന്താ കാര്യം? ഇവർക്ക് ആരാണ് മാതാവ്? മകളാണ് മാതാവ്. അവളെ വിളിക്കണില്ലെന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല ഈ പിശാച്. അതാണ് വിഷയം. അവൻ വിളിക്കണില്ലെന്ന് ഈ സാധനം ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവളുടെ ദൈവം ആരാണ്? ആ വിളിക്കാത്ത ഭർത്താവോ ഭാര്യയോ ആരാണ്? ഈ സാധനം ഉള്ളതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് റെക്കോർഡ് ഇടുന്ന ടൈമാണിത്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ. ലോകാരൂപി ഒന്നും പറഞ്ഞ് ലോകാരൂപിയിലാണെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല നമുക്ക്. പരിശുദ്ധാരൂപി ഉണ്ടെങ്കിൽ പറയും, എൻ്റെ ദൈവത്തിലെ 6 മാസമല്ലേ, ഇനി ഒരു 6 കൊല്ലം കഴിയട്ടെന്ന് വിചാരിച്ചോ. നീ നിൻ്റെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകും. നിന്നെ കല്യാണം കഴിച്ചിരിക്കണ കർത്താവാണ്. അല്ല ഇന്നലെ നീ കണ്ടുമുട്ടിയ നിൻ്റെ 20ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ ആളല്ല. നിന്നെ ജനിക്കണ മുമ്പ് നിൻ്റെ അമ്മയുടെ ഉദരത്ത് ഉരുവാക്കിയ ഞാനാണ് നിൻ്റെ ഭർത്താവെന്ന്. കണ്ടാ, അത് പറയണതാണ്. ആര് പറയും? പരിശുദ്ധാത്മാവേ പറയത്തുള്ളൂ. എൻ്റെ ദൈവപൈതലെ, നിങ്ങൾ നേടാത്ത ഓരോ കാര്യത്തിൻ്റെയും കാരണങ്ങളെ കർത്താവിനെ നിങ്ങൾ കർത്താവാകാത്തത് കൊണ്ടാണ്. എൻ്റെ പേര് എൽസ. ഞാൻ വരുന്നത് വല്ലാർപാടത്തു നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റിലാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി ഓൾറെഡി നേരത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. മമ്മി ഇങ്ങനെ ഉടമ്പടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ കളിയാക്കുമായിരുന്നു. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, നീ എടുത്ത് നോക്ക്, അപ്പം നിനക്കറിയാം അതെന്താണ്. അപ്പം ഞാൻ മമ്മി എന്നെ നിർബന്ധിച്ചത് കൊണ്ടിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത്. മമ്മി ഇപ്പം നിർബന്ധിച്ച ഉടമ്പടി എടുത്തല്ലോ, അപ്പോൾ 3 മാസം എങ്ങനെയെങ്കിലും ഉടമ്പടി ചെയ്യാം എന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ 3 മാസം ഉഴപ്പി ഉടമ്പടിയൊക്കെ ചെയ്ത് തീർത്ത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മമ്മി ഇതിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മമ്മീനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു.
അങ്ങനെ 2024 ഓഗസ്റ്റ് 6 എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ബോധം പോയി. അവർ വേഗം ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, സ്പൈനലിൽ ഇഞ്ചുറി ഉണ്ട്, അടിയിലേക്ക് ഇനി തളർന്നു പോവും, കിട്ടില്ല, ICU അഡ്മിഷൻ വേണം, എത്ര നാൾ ICU കിടക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ മാലയിൽ ഇടുമായിരുന്നു. അപ്പോൾ അവരെൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ മമ്മിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ എൻ്റെ ചോരയിൽ കുളിച്ച കാശുരൂപം മമ്മിയുടെ കയ്യിൽ കിട്ടി. മമ്മി ആ കാശുരൂപത്തിൽ പിടിച്ച് പറഞ്ഞു, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ മോക്കുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എനിക്ക് എൻ്റെ മോളെ തിരിച്ച് വേണം എന്ന് പറഞ്ഞിട്ട് മമ്മി എപ്പോഴും പ്രാർത്ഥിച്ച്. അങ്ങനെ മമ്മി ആ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടേ ഇല്ല. മമ്മി കാശുരൂപം വെച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം വൈകിട്ട് മമ്മി എന്നെ കാണാനായിട്ട് ICUയിൽ വരുമ്പോൾ എനിക്ക് ബോധം വന്നിട്ടുണ്ട്. ഞാൻ കണ്ണുറന്ന് മമ്മീൻ്റെ അടുത്ത് സംസാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര മറവിയായിരുന്നു. ഞാൻ ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഭയങ്കര മറവിയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് മമ്മീൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ്, മോള് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം തലയിൽ നെറ്റിയിൽ തേച്ച് കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുക, ജോലിക്ക് മാതാവ് കൂടെ വരും എന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും എനിക്കങ്ങനെ വലിയ വിശ്വാസം ഒന്നും അപ്പോഴും ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മി പറഞ്ഞല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ മമ്മി പറഞ്ഞത് ഞാനങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ മാതാവ് വരുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായി. എനിക്ക് ഓർമ്മക്കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പിന്നെ ഉണ്ടായിരുന്നേ ഇല്ല. അങ്ങനെയാണ് എനിക്കിതിലേക്ക് വിശ്വാസം വന്നു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായി പുറത്തേക്ക് പോകാനുള്ള ഓരോ എക്സാമുകൾ ഇങ്ങനെ നോക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം സൗദിക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് പ്രോമെട്രിക്ക് പഠിക്കാൻ ചേർന്നു. അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത്. OET ചേർന്നു. അത് ഞാൻ പാതി വഴിക്ക് ഡ്രോപ്പ് ചെയ്ത്. എവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എന്ത് പഠിക്കണം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ട്യൂസ്ഡേ ഞാനിവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു വഴി കാണിച്ച് ഞാൻ എന്താ പഠിക്കേണ്ടത്, ഞാൻ എവിടെയാണ് പോകേണ്ടത്, ഏത് രാജ്യത്തേക്കാണ് ഞാൻ പോകേണ്ടത്, എനിക്ക് ഒന്നും അറിഞ്ഞൂടെ, എനിക്ക് ഒരെണ്ണം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്ന് വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് DHA പഠിക്കാടി, നമുക്ക് ഇപ്പോൾ ദുബായിക്ക് ഭയങ്കര ഓപ്പണിംഗ് ഉണ്ട്, മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതലെല്ലാം ഇപ്പോൾ ദുബായിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് മാതാവിനോട് ചോദിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കിട്ടുമോ, എനിക്ക് എങ്ങനെയാണ്, എനിക്കൊരു വഴി കാണിച്ചതാ. ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല DHA പഠിക്കാനായിട്ടൊന്നും. എവിടെ നിന്നാണ് ഞാൻ പൈസ ഇതാക്കുക ഒന്നും എനിക്ക് അറിയില്ല, എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴത്തേക്കും മമ്മിയുടെ സിസ്റ്റർ എനിക്ക് DHA പഠിക്കാനുള്ള പൈസ തന്നു. അങ്ങനെ ഞാൻ DHA പഠിക്കാൻ ചേർന്നു. ഓഗസ്റ്റ് 27 ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തത്. ഓഗസ്റ്റ് 23 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശുരൂപമൊക്കെ തന്നു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 27 എക്സാമിന് ഞാൻ പോയി. അപ്പോൾ എക്സാമിന് പോകാൻ നേരത്ത് ഇവിടെ നിന്ന് അച്ഛൻ തന്ന കാശുരൂപവും ഉപ്പും കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും എക്സാമിനർ പറഞ്ഞു ഉപ്പ് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്നാൽ ഉപ്പും കയ്യിലുണ്ടായ ഉപ്പ് ഞാൻ കഴിച്ചു. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി സ്ക്രീനിലേക്ക് നോക്കി ക്വസ്റ്റ്യൻസ് വായിച്ചപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കാരണം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും അതിൻ്റെ അകത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് കരച്ചിലായി. എന്നിട്ട് ഞാൻ ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കുറേ നേരം ഇങ്ങനെ ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയൊക്കെ ഇരുന്ന് വേർക്കാൻ തുടങ്ങി. മൗസിൽ ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൈ ഇരുന്ന് വേർക്കാൻ തുടങ്ങി. എനിക്ക് ഉള്ളിൽ നിന്ന് ആരോ ഉത്തരം പറഞ്ഞു തരുന്ന പോലെ. അങ്ങനെ ഞാൻ എക്സാം എഴുതി. അത് കഴിഞ്ഞ് ശരിക്കും DHA പാസ്സാവാനായിട്ട് 4 മൊഡ്യൂളുണ്ട്. 4 60% വേണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് റിസൾട്ട് നോക്കി. എനിക്ക് കറക്റ്റ് 4 60% തന്നു. മാതാവ് എന്നെ എക്സാം പാസ്സാക്കി. ദുബായിലേക്ക് പോകാനായിട്ട് നമ്മൾ ശരിക്കും വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ പോയിട്ട് വേണം ജോലി കണ്ടുപിടിക്കാൻ. നമുക്ക് നാട്ടിൽ നിന്നേ ജോലിയായി ദുബായിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഇവിടെ നിന്നേ ജോലി വേണം, എനിക്ക് ജോലി കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇതാക്കി ഇങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി.
അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ യൂണിറ്റിലെ യൂണിറ്റ് മാനേജർ എനിക്കൊരു നമ്പർ തന്നു, ഡോക്ടർ ജോസഫിൻ്റെ. ഞാനപ്പോൾ ഈ സാറിനൊന്ന് പുള്ളിക്കാരൻ അവിടെ, ഞാൻ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പുതിയൊരു ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അവർക്കവിടെ സ്റ്റാഫിനെ വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഇതാക്കി സാറിന് എൻ്റെ CV ഒക്കെ അയച്ചു കൊടുത്തു. അന്ന് സാറ് പറഞ്ഞു, ഞാൻ ഇത് ഹോസ്പിറ്റൽ HR കൊടുത്തേക്കാം, അവർ നിന്നെ കോൺടാക്ട് ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബറിലൊക്കെ ആയപ്പോഴേക്കും എൻ്റെ CV കൊടുത്തു. ഒരു അനക്കവും ഇല്ല. ഞാൻ മാതാവിനോട് എനിക്ക് ഒക്ടോബർ ലാസ്റ്റിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണം എന്ന് പറഞ്ഞു. ഒക്ടോബർ 24 എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, ഭയങ്കര പാടായിരുന്നു. രണ്ടാമത്തെ സെക്ഷൻ ആയപ്പോഴേക്കും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവ് എന്നിലൂടെ എനിക്ക് സംസാരിക്കണം, എനിക്ക് വേണ്ടി അമ്മ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അവിടെ ഇരുന്നു. അവർ വിളിച്ചു. അവരെന്നോട് ആകെ ഒരു ക്വസ്റ്റ്യനേ ചോദിച്ചുള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്കെ ബൈ എന്ന് പറഞ്ഞു പോയി. അപ്പം ഞാൻ ഓർത്ത് ഇത് പോയി, ഇത് കിട്ടില്ല എന്ന് ഞാനിങ്ങനെ ഓർത്ത്. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവിടെ നിന്ന് HR നിന്ന് വിളിച്ചു, എൽസ യു ആർ സെലക്റ്റഡ്. എൽസയ്ക്ക് ഇപ്പം നാട്ടിൽ എത്രയാണ് സാലറി എത്രയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ സാലറി പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് ഞാൻ മാതാവിനോട് ചോദിച്ചിരുന്നത് എനിക്ക് 1,00,000 രൂപ സാലറിയുള്ള ജോലി വേണം എന്നായിരുന്നു. അങ്ങനെ അവരെനിക്ക് ഓഫർ ലെറ്റർ പിറ്റേ ദിവസം അയച്ചു. എനിക്ക് 1,75,000 രൂപ സാലറി പാക്കേജുള്ള വിത്ത് അക്കോമഡേഷനുള്ള സാലറി പാക്കേജുള്ള ജോലി മാതാവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആ സമയത്ത് എൻ്റെ പ്രോസസ്സിങ്, എൻ്റെ ഡാറ്റ ഫ്ലോ എല്ലാം ഞാൻ സൗദിക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ദുബായിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്കിപ്പോൾ ജോലി കിട്ടിയത് ഷാർജയ്ക്കാണ്. അപ്പോൾ എൻ്റെ ഇതെല്ലാം ഷാർജ പ്രോസസ്സിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദുബായിയുടെ പ്രോസസ്സിങ് ഞാൻ പാതി ചെയ്ത് വെച്ചേക്കണേണ്. മൊത്തത്തിലൊരു ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്കിത് കിട്ടുന്നത്. ഞാൻ അധികം ടെൻഷനൊന്നും ആയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് തന്നെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം മുമ്പോട്ട് പോയി. അങ്ങനെ ഓഗസ്റ്റിലെടുത്ത ഉടമ്പടി ഡിസംബറിൽ പുതുക്കണമായിരുന്നു, ഞാൻ പുതുക്കിയില്ല. ഡിസംബർ പകുതി ആയപ്പോഴേക്കും എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കരമായിട്ടും പിന്നെ സ്ലോ ആവാൻ തുടങ്ങി. ഞാനപ്പോൾ ഓർത്തത് എന്താ സ്ലോ ആവുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അങ്ങനെ ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്തു. 15 ദിവസം കൊണ്ട് വരേണ്ട ഗുഡ് സ്റ്റാൻഡിങ് 1 മാസമായി 2 മാസമായി എനിക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞത്, നീ ഉടമ്പടി പുതുക്കിയോ? ഞാൻ ഇല്ല. അങ്ങനെ ഞാൻ ജാനുവരി 2 വന്ന് ഉടമ്പടി പുതുക്കി. ജാനുവരി 5 എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് വന്നു. അങ്ങനെ ഇതെല്ലാം ഡാറ്റ ഫ്ലോയിലേക്ക് ആഡ് ചെയ്യാൻ 15 ദിവസം എടുക്കും. അങ്ങനെ ഡാറ്റ ഫ്ലോയിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് വരുന്നില്ല എനിക്ക്. അങ്ങനെ ജാനുവരി 30 ആയപ്പോഴേക്കും എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഒക്ടോബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. ഇത്രയും മാസമായിട്ടും എൽസയ്ക്ക് ഇവിടെ വരാൻ പറ്റിയില്ലേ, ലാസ്റ്റ് ഡേറ്റ് പറയണം, എന്നാണ് വരാൻ പറ്റുന്നത്, എന്തിനുള്ളിൽ വരാൻ പറ്റും എന്ന് അങ്ങനെ പറയാം. ഞാനിങ്ങനെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച്, മാതാവ് എനിക്കൊരു ഡേറ്റ് പറഞ്ഞു താ, ഞാൻ ഏത് ഡേറ്റ് അവരോട് പറയേണ്ടതെന്ന്. അപ്പോൾ മാതാവ് എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു ഫെബ്രുവരി 10 മുമ്പ് വരും എന്ന് പറയാനായിട്ട്. അങ്ങനെ ഫെബ്രുവരി 10 ഞാൻ അവരോട് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ഡാറ്റ ഫ്ലോ ഒന്നും വന്നിട്ടില്ല ശരിക്കും. അന്ന് വൈകിട്ടായപ്പോഴേക്കും എൻ്റെ ഡാറ്റ ഫ്ലോ വന്നു. അങ്ങനെ ഞാൻ ദുബായ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ശരിക്കും ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ചയാണ് ദുബായ് ലൈസൻസ് ആവാൻ എടുക്കുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാനത് സബ്മിറ്റ് ചെയ്തു. എനിക്ക് 1 ദിവസം കൊണ്ട് ദുബായ് ലൈസൻസ് ആയി. അത് കഴിഞ്ഞിട്ട് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത് ഇതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തത്. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ വന്നു. ഞാൻ ഈ 6 ഞാൻ പോണേണ് ഷാർജയ്ക്ക്. എനിക്ക് ഇത്രയും ചെയ്തു തന്നത് എൻ്റെ മാതാവിൻ്റെ മാധ്യസ്ഥം കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത്. എൻ്റെ വിശ്വാസം മാതാവ് ഒരുപാട് വളർത്തി. എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതിൽ. പക്ഷേ എൻ്റെ മമ്മിയുടെ ഇത് നിർബന്ധം കൊണ്ട് ഉടമ്പടി എടുത്ത ഞാനിപ്പോൾ മാതാവിൽ ഭയങ്കരമായിട്ട് എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് ഉറപ്പിച്ച് എനിക്ക് വേണ്ടി സഞ്ചാരി മാതാവ് എനിക്ക് മുമ്പേ പോയി എല്ലാം ചെയ്തു തന്ന മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുമായിരുന്നു. പിന്നെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനൊക്കെ തൈലം പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പേഷ്യൻസ് നമ്മളോട് സങ്കടം പറയുമ്പോൾ ഞാൻ മാതാവിനോട് മാതാവ് എല്ലാം ചെയ്ത് തരും, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പറ്റാവുന്ന പോലെ ഞാൻ കുർബാനയ്ക്ക് പോകും, ബൈബിൾ വായിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ആൾത്തരയിൽ പാപിയായി എനിക്കും ഒരു എളിയ സാക്ഷിയായി നിൽക്കുവാൻ പരിശുദ്ധ അമ്മയും ഈശോയും ഒരുക്കി തന്ന ഈ വലിയ അനുഗ്രഹത്തിനായി ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ ഏകദേശം 10 വർഷത്തോളമായി പരിശുദ്ധ അമ്മയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചുമൊക്കെ അറിയാൻ സാധിച്ചത്. അത് ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ പിയൂണായിട്ട് ജോലി നോക്കുകയായിരുന്നു.
അവിടെ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു അമ്മ കൃപാസന പത്രം എനിക്ക് കൊണ്ടു തന്നു. പക്ഷേ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച എനിക്ക് അതുവരെയും അമ്മയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകുന്നുള്ളതല്ലാതെ ഇവിടുത്തെ ശക്തിയെക്കുറിച്ചോ പരിശുദ്ധ അമ്മയെക്കുറിച്ചോ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആ പത്രം കിട്ടിയെങ്കിലും എനിക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനോ ഇവിടെ വരുവാനോ ഒന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ആ പത്രം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എൻ്റെ ഹസ്ബൻഡ് അതെടുത്ത് വായിക്കുമായിരുന്നു എപ്പോഴും. എനിക്കത് പിന്നെ ഞാനത് സാക്ഷ്യങ്ങൾ കുറേശ്ശെ എന്നോട് പറയുകയും അത് ഞാൻ വായിക്കാനും തുടങ്ങി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്കൊരു ദിവസം ഈ പള്ളിയിലൊന്ന് പോകണമല്ലോ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തിന് പുറത്ത് ഒരു സ്ഥലത്തും പോയിട്ടില്ലാത്ത എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, ഒത്തിരി ദൂരെയാണ് ആലപ്പുഴ, നമ്മളെങ്ങനെ പോവും, നമുക്ക് പോകണം അവിടെ ഒരു ദിവസമെന്ന്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് യൂട്യൂബിൽ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാനും തുടങ്ങി. എൻ്റെ വിശ്വാസം പതിയെ കൂടി വന്നു. അങ്ങനെ ഞാൻ 18 വർഷമായിട്ട് പ്രൈവറ്റ് സ്കൂളിൽ ജോലിക്കാണ് പോയത്. അവിടെ ഒത്തിരി കഠിനമായ ജോലികൾ എനിക്ക് ചെയ്യേണ്ടി വന്നു. ഡെസ്കും ബെഞ്ചും എടുക്കേണ്ടി വരിക, ഒത്തിരി സ്റ്റെപ്പൊക്കെ കയറേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് ഒത്തിരി ഷോൾഡറൊക്കെ വേദന വരികയും ശാരീരികമായിട്ട് ഒത്തിരി ബലഹീനതയാവുകയും ചെയ്തു. ഒട്ടും എനിക്ക് ജോലിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും ചെയ്തു. അങ്ങനെ കുറേ എങ്കിലും ഞാനിവിടെ 2024 ആദ്യമായിട്ട് അമ്മ എന്നെ കൊണ്ടുവന്നത്. ഒത്തിരി ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ എന്നെ കൊണ്ടുവരണമേ എന്ന്. 2024 ഒക്ടോബർ മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കടന്നു വരികയും എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മ ഒരുക്കി തന്ന വലിയ അനുഗ്രഹത്തിനായിട്ടാണ്. ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെട്ടുവോ ഞാൻ ആരോടും പറയില്ല എൻ്റെ സങ്കടങ്ങളും വേദനകളും. എൻ്റെ ശാരീരികമായിട്ട് ഒത്തിരി വേദന വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റ് കാരണം JCB തട്ടി ജോലിക്കൊന്നും സ്ഥിരമായി പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആത്മഹത്യയെക്കുറിച്ചും പറഞ്ഞ് നിരാശയുടെ സങ്കടപ്പെടുത്തുന്ന വർത്തമാനം മാത്രമേ ഹസ്ബൻഡിൻ്റെ വായിൽ നിന്ന് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സങ്കടങ്ങളും ജോലി ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടും ഒക്കെ ഈശോയോട് മാത്രം പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഞാൻ എനിക്ക് ഒട്ടും സുഖമില്ലാതിരുന്ന അവസ്ഥയിൽ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ എനിക്കിന് ഒട്ടും വയ്യാത്ത അവസ്ഥയാണ്, എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, ഒത്തിരി ജോലി ഭാരം എന്നെ തളർത്തുകയാണല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ ഏരിയയിൽ ഒരു അംഗൻവാടി ടീച്ചറിൻ്റെ ഒഴിവുണ്ടെന്നറിഞ്ഞു. എല്ലാവരുടെയും ഒപ്പം ഞാൻ അപേക്ഷ കൊടുക്കുകയുണ്ടായി. എന്നാൽ ഞാൻ SLC വരെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷനോ അതുപോലെ തന്നെ എക്സ്പീരിയൻസോ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ ക്ലാസ് കാണുകയും അംഗൻവാടി ടീച്ചറിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ കൊടുക്കുകയും ഇൻ്റർവ്യൂവിൻ്റെ അമ്മയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കാശ് രൂപം പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. എല്ലാ ചോദ്യത്തിനും എനിക്ക് ആൻസർ പറയാൻ സാധിച്ചു. എവിടെയെന്ന് അറിയില്ല, എനിക്ക് വല്ലാത്ത ധൈര്യമായിരുന്നു. അമ്മ തന്നെയാണ് എനിക്ക് വേണ്ടി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ എന്നും വിശ്വസിക്കുന്നു. കാരണം ഞാൻ അപേക്ഷിച്ചതിൻ്റെ അന്ന് എനിക്ക് ഇൻ്റർവ്യൂവിന് വന്നതിൻ്റെ അന്ന് എല്ലാ ദിവസവും എൻ്റെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുമായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ദർശനം പോലെ കാണുകയാണ്. ഞാൻ ഒരു സ്ഥലത്തിങ്ങനെ പോയി ഞാൻ അവിടെ പറയുകയാണ്, എനിക്കിങ്ങനെ ഒരു അംഗൻവാടിയിൽ എനിക്ക് ജോലി കിട്ടുകയും ഇങ്ങനെ നിങ്ങളുടെ ഒരു എളിയ ഇവിടെ ഒരു ഈ ദേശത്തിൽ വരികാൻ സാധിക്കുകയും ചെയ്തതിന് ഞാൻ ഒത്തിരി അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ദിവസം ഞാനൊരു ദർശനം പോലെ കണ്ടു. ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ എൻ്റെ കയ്യിൽ ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് കൊണ്ട് തരികയുണ്ടായി. ആ ഇൻ്റർവ്യൂ അമ്മ എനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തു. അതിലെനിക്ക് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 3ാമത്തെ റാങ്ക് ലഭിച്ചു. ഒരു പിയൂണായിരുന്ന ഒരു സ്വീപ്പറായിരുന്നു എന്നെ അംഗൻവാടി ടീച്ചറായിട്ട് എൻ്റെ മാതാവിനെ ഉയർത്തി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളും ഒലിവെണ്ണ, മാതാവിൻ്റെ ഉടമ്പടി തൈലം, കാശ് രൂപം, നേർച്ച, ഉപ്പ്, തേനൊക്കെ ഉപയോഗിച്ച് വരുന്നു. ഏതവസ്ഥയിലായാലും അതുപോലെ എൻ്റെ ഒരു ദിവസം ഞാനിങ്ങനെ ചോറ് വടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൂടെ അടപ്പിളകി എൻ്റെ കൈ ഫുള്ളും പൊള്ളി. ഞാൻ ഒരു മരുന്നും ഉപയോഗിച്ചില്ല. ആ ഉടമ്പടി തൈലം ഇട്ട് പൂശുകയും എൻ്റെ കൈ അമ്മയുടെ ആ ഉടമ്പടി കാശ് രൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു പാടുപോലുമില്ലാതെ എനിക്ക് ഒരു മുറിവോ ഒന്നും വരാതെ ആ പൊള്ളൽ ആശുപത്രിയിൽ പോവുകയോ മരുന്നിടുകയോ ഒന്നും ചെയ്യാതെ ആ മുറിവിനെ മാതാവ് എനിക്ക് മായ്ച്ചു തന്നു. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത് മാതാവിന് നന്ദി പറയുന്നു.
അടുത്തതായിട്ട് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. അവൾക്ക് വിവാഹശേഷം കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ അവൾക്ക് PCODയുടെ പ്രശ്നം, ഷുഗർ, തൈറോയ്ഡ്, ഇങ്ങനെ കുറേ രോഗങ്ങളുണ്ടെന്ന് അറിഞ്ഞു. ഈ അവസരത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ കുഞ്ഞിന് ഒത്തിരി വൈകല്യങ്ങളുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈശോ ആഗ്രഹിക്കുന്ന സമയത്ത് യാതൊരു ചികിത്സയുമില്ലാതെ ഒരു കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ഉടമ്പടി വിഷയത്തിൽ ഞാൻ രണ്ടാമത്തെ വിഷയമായിട്ടാണ് ഈ വിഷയം എഴുതിയിട്ടത്. പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് എൻ്റെ മകൾക്ക് ഇവിടെ ആലപ്പുഴയിൽ ഒരു ഇൻ്റർവ്യൂവിന് കടന്നു വരുന്ന സമയത്ത് ഇവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ കുഞ്ഞിന് യാതൊരു ചികിത്സയുമില്ലാതെ തന്നെ ഞങ്ങളുടെ മകൾ പ്രഗ്നൻ്റ് ആവുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ഒത്തിരിയേറെ ടെസ്റ്റുകൾ, അവൾ ഗർഭിണിയായിരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഒത്തിരി റിസ്ക്കാണ്, ഹൈ റിസ്ക്കിലാണ് അവളെ കാണിച്ചത്. ഒരുപാട് ടെസ്റ്റുകൾ അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ട് വന്നു. പക്ഷേ ഓരോ ചികിത്സയ്ക്ക് പോകുമ്പോഴും കാശ് രൂപം വെച്ച് ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി വസ്തുക്കളൊക്കെയും അവൾ ഉപയോഗിക്കുകയും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. യാതൊരു ടെസ്റ്റിലും ഞങ്ങളുടെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം ദാനമായ ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. കുഞ്ഞിനെ ലഭിച്ചെങ്കിലും ഞങ്ങൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് കൂടി വന്നു. അമ്മയുടെ പാല് കുടിക്കുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് കൂടി വരികയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു അമ്മയ്ക്കും കുഞ്ഞിനും തമ്മിൽ. അതുകൊണ്ട് തന്നെ മഞ്ഞയുടെ അളവ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൂടി വരികയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ശരീരത്തിൽ മഞ്ഞയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അമ്മയുടെ പാല് കൊടുക്കണ്ട എന്നും, അതുപോലെ തന്നെ ഇനി ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞയുടെ അളവ് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിലെ ബ്ലഡ് കംപ്ലീറ്റ് മാറ്റി പുതിയ ബ്ലഡ് അടയ്ക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ രാത്രി മുഴുവനും ഞങ്ങളുടെ കുഞ്ഞിനെ ICUലേക്ക് പ്രവേശിപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ രാത്രിയിൽ ആ കാശ് രൂപം വെച്ച് ICUയിൽ ഞാനും കുഞ്ഞിൻ്റെ കൂടെ ഞാനായിരുന്നു. മകള് സിസേറിയൻ കഴിഞ്ഞിട്ട് അവൾ റെസ്റ്റിലായിരുന്നു. ആ ICUയിലായിരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാശ് രൂപം വെച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞ നോർമൽ ആകുകയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടില്ല, ഇല്ല എങ്കിൽ ബ്ലഡ് മാറ്റി അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ അത്ഭുതകരമായിട്ട് ആ രാത്രിയിൽ വീണ്ടും ഒരു കുഞ്ഞിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് ശരീരത്തിലെ മഞ്ഞ നോർമലാവുകയും ICUയിൽ നിന്ന് കുഞ്ഞിനെ വാർഡിലോട്ട് മാറ്റുകയും അമ്മയുടെ പാലൊക്കെ കൊടുത്തുകൊള്ളാനും യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ കുഞ്ഞിരിക്കുകയാണ്. അവന് യാതൊരു വൈകല്യങ്ങളുമില്ല. ഇത്രയേറെ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്ത നന്മകൾ എപ്പോഴും ധൈര്യത്തിൻ്റെ ആത്മാവിനെ തന്നുകൊണ്ട് അമ്മ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെയും അമ്മയുടെ സാന്നിധ്യവും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി ദിവസങ്ങളിൽ ജപമാല ചൊല്ലുന്ന സമയത്ത് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്കും എൻ്റെ മകൾക്കൊക്കെ ഇളയ മകൾക്ക് അത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് ആശുപത്രിയിലൊക്കെ പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. എനിക്ക് കഴിയുന്ന ദിവസങ്ങളിൽ അതിലൊക്കെ ഞാൻ സഹകരിച്ചു പോരുന്നു. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം ഞാൻ ദൈവനാമത്തിനും പ്രേക്ഷിതയിലേക്കായിട്ട് മാറ്റി വയ്ക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആരെ കണ്ടാലും സങ്കടപ്പെടുന്ന ഏതൊരു വ്യക്തിയെ കണ്ടാലും ധൈര്യം കൊടുത്തുകൊണ്ട് അമ്മയും ഈശോയും കൂടെ ഉണ്ടെന്നും എപ്പോഴും ഏതവസ്ഥയിലും അമ്മ നമ്മളോട് കൂടെ ഉണ്ടെന്നുമൊക്കെ അമ്മയെക്കുറിച്ച് എനിക്ക് അവരോടൊക്കെ സന്തോഷത്തോടെയും എൻ്റെ ജീവിതം സാക്ഷ്യമായിട്ട് എനിക്ക് അവരോട് പറയാനും സാധിക്കുന്നു. അതുപോലെ ഞാൻ പത്രം ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന കൃപാസനം പത്രം വാങ്ങി ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഹൈന്ദവ ഏരിയയിലാണ് എൻ്റെ ദൈവം എന്നെ അയച്ചത്. അവിടെ ക്രിസ്ത്യാനികൾ അത്ര ഇല്ലാത്ത കുടുംബങ്ങളാണ് ആ ഏരിയയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ. അവിടേക്ക് എനിക്ക് കൃപാസനം പത്രം കൊടുക്കുകയും അവർക്കൊക്കെ ഭയങ്കര അതിശയമാണ്. ഇങ്ങനെ ഇത്രത്തോളം ഒരു വിശ്വാസത്തിൽ നടക്കുന്ന ഒരാളിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അടുത്ത്. ഇത്രയും എനിക്ക് ഇങ്ങനെയൊക്കെ എൻ്റെ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിൽ എനിക്ക് ആവുന്ന വിധത്തിൽ ചെയ്യാൻ സാധിച്ചു വരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുനാഥനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.